ശരണം അമ്മേ മൂലാംഭോരൂഹമധ്യ കോണവിലസൽ ബന്ധൂകരാഗോജ്വലാം ജ്വാലാജാഹ്ലജിതേന്ദുകാന്തിലഹരിം ആനന്ദസന്ധായിനീം ഹേലാലാളിതനീലകുന്തളധരാം നീലോത്തരീയാം ചുഗാം കൊല്ലൂരധ്രിനിവാസിനീം ഭഗവതീം ധ്യായാമി മൂകാംബികാം ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. 42-ാമത്തെ അധ്യായം ദേവി മഹാലക്ഷ്മി ഉപാഖ്യാനമാണ് പറഞ്ഞ് സമർപ്പിച്ചത്. ഇന്നു മുതൽ 43-ാമത്തെ അധ്യായം തുടങ്ങുന്നു. സ്വാഹാശക്തിയുടെ ഉപാഖ്യാനമാണ് അടുത്തതായിട്ട് നാരദന്റെ അഭ്യർത്ഥന പ്രകാരം നാരായണ ഋഷി പറഞ്ഞു കൊടുക്കുന്നത്. നാരദ ഉവാച നാരായണ മഹാഭാഗാദേവദേവ മമ പ്രഭോരൂപേണൈവ ഗുണേനൈവ മഹസാ തേജസാത്വിഷ. ആദ്യം തനിക്ക് കഥകൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നാരായണ ഋഷിയെ സ്തുതിച്ചു, നമസ്കരിച്ചു. അങ്ങയിൽ നിന്നും അദ്ഭുതകരമായിട്ടുള്ള മഹാലക്ഷ്മി ഉപാഖ്യാനം ഞാൻ കേട്ടു. വേറെ ഏതെങ്കിലും നിഗൂഢമായിട്ടുള്ള ദേവിയുടെ ഉപാഖ്യാനം അങ്ങിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദപ്രോക്തവും അത്യന്തം ഗോപ്യവും ധർമ്മസംയുക്തവും പുരാണങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു ഉപാഖ്യാനം എനിക്ക് അങ്ങ് ദേവിയുടെ പറഞ്ഞു തരൂ എന്ന് സ്തുതിച്ചു നമസ്കരിച്ചപ്പോഴാണ് സ്വാഹാദേവിയുടെ ഉപാഖ്യാനം ഇവിടെ നാരായണ ഋഷി പറയാൻ തുടങ്ങിയത്. നാനാപ്രകാരമാഖ്യാനം അപ്രകാശ്യം പുരാണത ശ്രുതം കഥിവിധം ഗൂഢം ആസ്തേ ബ്രഹ്മൻ സുദുർലഭം. പുരാണങ്ങളിൽ പ്രകാശിപ്പിച്ചിട്ടില്ലാത്ത നിഗൂഢമായ നാനാതരം ഉപാഖ്യാനങ്ങൾ പലതുമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവയിൽ സാരഭൂതമായ ഏത് കേൾക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അതറിഞ്ഞതിന് ശേഷം ഞാനത് പറഞ്ഞു തരാം. ഹവിസ് ദാനം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും പ്രശസ്തയാണ് സ്വാഹാദേവി. പിതൃകർമ്മങ്ങളിൽ സ്വധയാണ് പ്രാധാന്യം. എല്ലാ കർമ്മങ്ങളിലും പ്രാധാന്യമുണ്ട് ദക്ഷിണാദേവിക്ക്. ഇവരുടെ ചരിതവും ജന്മഫലവും പ്രാധാന്യവും എന്താണ് എന്ന് അങ്ങയിൽ നിന്നും നേരിട്ടറിയാൻ ആഗ്രഹിക്കണു എന്ന് നാരദൻ പറഞ്ഞു. അങ്ങനെ നാരദന്റെ വാക്കുകളെ കേട്ട നാരായണ ഋഷി പറയാൻ തുടങ്ങുകയാണ്. സൃഷ്ടേ പ്രഥമദോ ദേവാ സ്വാഹാരാർത്ഥം ജയുപുരാ ബ്രഹ്മലോകം ബ്രഹ്മസഭാമാജഗ്മസ്സു മനോഹരം. പണ്ട് സൃഷ്ടികാലത്ത് ദേവന്മാരാദ്യമായിട്ട് സ്വന്തം ആഹാരം എന്തെന്ന് തീർച്ചയാക്കാൻ വേണ്ടി ബ്രഹ്മലോകത്ത് മനോഹരമായ ബ്രഹ്മസഭയിലേക്ക് ചെന്നു. അവർ ചെന്ന ആഹാരത്തിന് വേണ്ടി നിവേദനം നടത്തി. അത് കേട്ട ബ്രഹ്മദേവൻ അവരെ സഹായിക്കുന്നതിനായി ശ്രീഹരിയെ സേവിച്ചു. അപ്പോഴാണ് നാരദൻ ചോദിക്കുന്നത്, ഭഗവാൻ കലാംശം കൊണ്ട് യജ്ഞസ്വരൂപനായി അപ്പോൾ അവതരിച്ചുവല്ലോ. യജ്ഞത്തിൽ ബ്രാഹ്മണൻ ചെയ്യുന്ന ഹവിർദാനം ദേവന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കേട്ട നാരായണ മഹർഷി പറഞ്ഞു, ഹേ നാരദ, ബ്രാഹ്മണരും മറ്റു ക്ഷത്രിയർ തുടങ്ങിയവരും ഹവിസ് ദാനം ചെയ്യണു. എന്നാൽ ആ ദാനമൊന്നും ദേവന്മാർക്ക് ആ കാലത്ത് ലഭിച്ചിരുന്നില്ല. ദേവന്മാരെല്ലാവരും വിഷണ്ണരായിക്കൊണ്ട് ബ്രഹ്മാവിന്റെ സഭയിലേക്ക് വീണ്ടും ചെന്ന് തങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നില്ല എന്ന കാര്യം ബ്രഹ്മാവിനെ അറിയിച്ചു. അത് കേട്ട ബ്രഹ്മദേവൻ ധ്യാനത്തിൽ ശ്രീകൃഷ്ണ പരമാത്മനെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം ബ്രഹ്മാവ് മൂലപ്രകൃതിയായിട്ടുള്ള പരാശക്തിയെ പൂജിച്ചു. മൂലപ്രകൃതി കലാംശത്തോടെ സർവശക്തി സ്വരൂപിണിയും അതീവ സുന്ദരിയും ശ്യാമ വർണ്ണയും രമണീയവും മനോഹരിയും അല്പം പുഞ്ചിരിയോടുകൂടിയിട്ട് പ്രസന്നമുഖിയും ഭക്താനുഗ്രഹിയുമായിട്ട് ബ്രഹ്മാവിന്റെ മുമ്പിൽ ആവിർഭവിച്ചു. ബ്രഹ്മാവെ, ഇഷ്ടമുള്ള വരം വാങ്ങിക്കോളൂ എന്ന് ദേവി ചോദിച്ചു. വാക്കുകളെ കേട്ട ബ്രഹ്മാവ്
ദേവിയോട് അപേക്ഷിക്കുകയാണ്. ദേവി, അത്യന്തം സുന്ദരിയായ നീ അഗ്നിയുടെ ദാഹശക്തിയായി തീരണം. ദേവിയെ കൂടാതെ ആഹൂതികളെ ദഹിപ്പിക്കാൻ അഗ്നി ശക്തനല്ല. ആരാണോ അവിടുത്തെ നാമം മന്ത്രാദ്യത്തിൽ ഉച്ചരിച്ച് മനുഷ്യൻ ഹവിസ് ദാനം ചെയ്യുന്നത്, അത് ദേവന്മാർക്ക് വേണ്ടി ദാനം ചെയ്യുമെങ്കിൽ ദേവന്മാർ ആനന്ദത്തോടുകൂടി അത് സ്വീകരിക്കും. അവിടുന്ന് അഗ്നിയുടെ സമ്പൽ സ്വരൂപയും ശ്രീരൂപയുമായ ഗൃഹേശ്വരിയും ദേവന്മാർക്കും മനുഷ്യർക്കും സദാ പൂജിതയുമായി ഭവിച്ചാലും എന്ന ബ്രഹ്മാവ് ദേവിയോട് അപേക്ഷിച്ചു. അപ്പോൾ സ്വയംഭുവായ അദ്ദേഹത്തോട് ദേവി തന്റെ അഭിപ്രായം പറഞ്ഞു. സ്വാഹാദേവി പറയുകയാണ്, ഞാൻ ദീർഘകാലത്തെ തപസ്സുകൊണ്ട് കൃഷ്ണനെ ഭജിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വപ്നം പോലെ കേവലം ഭ്രമമാണ്. ജഗത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള അങ്ങും വിഭുവും മൃത്യുഞ്ജയനുമായ ശംഭുവും എല്ലാം അങ്ങനെ തന്നെയാണ്. ആദിശേഷൻ ഭൂമിയെ താങ്ങി നിർത്തുന്നതും ധർമാദികള് സാക്ഷിയായിരിക്കുന്നതും ഗണേശൻ ദേവന്മാരുടെ ഗണത്തിൽ ഏവർക്കും ആദ്യ പൂജിതനായിത്തീരുന്നതും പ്രകൃതി സർവവും സംപൂജ്യയായിത്തീരുന്നതും അദ്ദേഹത്തിന്റെ പ്രസാദം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഋഷിമാരും മുനിമാരും അദ്ദേഹത്തെ സർവദാ പൂജിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പാദപത്മ മനസ്സാ സദാ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റൊരാളുടെ പത്നിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞു. ദേവി ഇത് കേട്ടപ്പോ പത്മനാഭനെ ഉദ്ദേശിച്ച്, അതായത് മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവളെ തപസ് ചെയ്യാൻ വേണ്ടി പോയി. പത്മജയായിട്ടുള്ള ദേവി നിരാമയനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിന്ന് 1,00,000 വർഷം തപസ് ചെയ്തു. പ്രകൃതിയിൽ നിന്നും അപ്പോൾ നിർഗുണനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അവൾ ദർശിച്ചു. കമനീയമായ അദ്ദേഹത്തിന്റെ രൂപം കണ്ട് ആ ദേവി മൂർച്ഛിച്ചുപോയി. പിന്നീട് ഉണർന്ന അവളുടെ അന്തർഗതം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഭഗവാൻ ചിരകാലത്തെ തപസ്സുകൊണ്ട് ക്ഷീണിച്ച അവളെ കൈത്തണ്ടിൽ കോരിയെടുത്ത് മാറോടണച്ചിട്ട് പറയുകയാണ്. ഭഗവാനുവാച, ഭഗവാനാണ് പറയണത്, വരാഹേ വൈ ത്വമംശേന മമ പത്നി ഭവിഷ്യസി നാംനാ നാഗ്നജിധി കന്യാ കാന്തേ നഗ്നജിതസ്യ ച. വരാഹകൽപ്പത്തില് അംശം കൊണ്ട് ജനിച്ച് നിനക്ക് എന്റെ പത്നിയായി തീരാം. നഗ്നജിത്തിന്റെ മകളായി നാഗ്നജിത് ദിതി എന്ന പേരിൽ നീ ജനിക്കും. അന്ന് നിനക്ക് എന്റെ പത്നീപദം പ്രാപിക്കാം. ഇപ്പോൾ നീ അഗ്നിയുടെ ദാഹശക്തിയായ പത്നിയായി ഭവിക്കണം എന്ന് അവിടെ പറഞ്ഞു. ഭാഗവതത്തിലെ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ അഷ്ടപത്നിമാര് കഥകൾ പറയുന്ന സമയത്ത് ദശമസ്കന്ധത്തിൽ അവിടെ നാഗ്നജിത്തിന്റെ പുത്രിയായിട്ട് ജനിച്ച സത്യയെ ഭഗവാൻ വിവാഹം കഴിക്കുന്ന, നഗ്നജിത്തിന്റെ പുത്രിയായതുകൊണ്ട് നാഗ്നജി എന്നും പേരുണ്ട്, സത്യ എന്നും പേരുണ്ട്. അവളെ വിവാഹം കഴിക്കുന്ന കഥയൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം അതിന്റെ മൂലകാരണം ഇവിടെ പറയുകയാണ്. എന്റെ വരബലം കൊണ്ട് നീ പൂജിക്കപ്പെടും. അഗ്നിദേവൻ നിന്നെ ഗൃഹേശ്വരിയായി ഭക്തിപൂർവം പൂജിക്കും. ഇങ്ങനെ ദേവിയോട് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തു എന്ന് പറയാണ്. ബാക്കി ഭാഗങ്ങളെ സമയം കഴിഞ്ഞിരിക്കെ നാളെ നമുക്ക് അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.